പീഡനക്കേസിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സന് കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അവധി നൽകണമെന്ന അപേക്ഷ കൗൺസിൽ തള്ളിയതിനെ തുടർന്നാണിത്. തീരുമാനം നഗരസഭാ സെക്രട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. പ്രശോഭ് അയോഗ്യനായാൽ കൗൺസിലിലെ UDF അംഗസംഖ്യ 17 കുറയും. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് സംഭവം? നിഷാദ്, ദളിത് യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ് കൗൺസിലറായ പ്രശോഭ്. ഈ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഉൾപ്പെടെ 4 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചട്ടപ്രകാരം ഈ അവധി അപേക്ഷ നൽകാതെ തുടർച്ചയായി ഈ 3 കൗൺസിൽ യോഗത്തിന് അവധി എടുത്തു കഴിഞ്ഞാൽ അയോഗ്യനാകും. ഇന്ന് ഈ അവധി അപേക്ഷ മുൻകാല പ്രാബല്യത്തോടു കൂടി അവധി നൽകണമെന്ന് അപേക്ഷ പ്രശോഭ് ഈ കൗൺസിലിന് നൽകിയിരുന്നു. എന്നാൽ അത് വലിയ തർക്കത്തിനിടയാക്കി. കോൺഗ്രസ് കൗൺസിലർമാർ ഈ അവധി അപേക്ഷ പരിഗണിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ BJPയും CPMും ഇതിനെ ശക്തമായി എതിർത്തു. പിന്നീട് ഈ അവധി അപേക്ഷ നിരസിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അയോഗ്യനാകാനുള്ള സാധ്യത കൂടുകയാണ്. ഇനി ഉള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഈ പാലക്കാട് നഗരസഭ സെക്രട്ടറി ഇങ്ങനെ ഈ നിയമപ്രകാരമല്ലാതെ തുടർച്ചയായി അവധി എടുത്തു എന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകും. തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അയോഗ്യത കൽപ്പിക്കേണ്ടത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകിയത്.